ഹലോ ടീം. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിമ്പിൾ റെസ്റ്റ് API സെർവർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം റെസ്റ്റ് API എന്താണെന്നുള്ളത്. റെസ്റ്റ് സ്റ്റാൻഡേർഡിൽ റിക്വസ്റ്റ് റിസീവ് ചെയ്യാനും അതിന് പ്രോസസ് ചെയ്യാനും അതിന് റെസ്പോൺസ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സെർവർ ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അതിന് ബാക്ക്-എൻഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ റെസ്റ്റ് API സെർവർ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പൈത്തണിൻ്റെ ഫ്ലാസ്ക് എന്ന് പേരിലുള്ള ഒരു ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റെസ്റ്റ് API നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം റെസ്റ്റ് API എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട റീഡ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഡാറ്റ കിട്ടാൻ വേണ്ടി. അതേപോലെ പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള, അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും. നമ്മൾ റെസ്റ്റ് APIൻ്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട് എൻഡ് റിക്വസ്റ്റ് വരുമ്പോൾ പോസ്റ്റ്മാനോ അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് എന്നുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, എന്താണ് HTTP മെത്തേഡ്, ഫ്രണ്ട് എൻഡ് അയക്കുന്ന മെത്തേഡ് ഏതാണ്. രണ്ടാമത്തെ കാര്യം, എന്താണ് URL. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് അതിന് റെസ്പോൺസ് കൊടുക്കണം. ഈ രീതിയിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് പൈത്തൺ ഫ്ലാസ്ക് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാസ്കിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഫ്ലാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തണിലുള്ള ഒരു മൈക്രോ വെബ് ഫ്രെയിം വർക്കാണ്. മൈക്രോ വെബ് ഫ്രെയിം വർക്ക് എന്ന് പറയാനുള്ള കാരണം അതിന് പ്രത്യേകിച്ചും വേറെ ടൂൾസിൻ്റെ ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഡാറ്റാബേസിൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങളോ ഫോം വാലിഡേഷൻസോ അല്ലെങ്കിൽ മറ്റു കമ്പോണൻസും കാര്യങ്ങളൊന്നും അതിൽ ബിൽട്ടിനായിട്ട് അതിൻ്റെ കൂടെ അവർ ഷിപ്പ് ചെയ്യുന്നില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് തേർഡ് പാർട്ടി മറ്റ് പാക്കേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ബൈ ഡിഫോൾട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം ഒരു എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണ്, അതിൻ്റെ കൂടെ അതിന് വേണ്ട എല്ലാ ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ കോസ്റ്റ് നല്ലോണം കൂടും അല്ലേ. കാരണം ഇപ്പം ഞാൻ ഒരു ഫോൺ വാങ്ങിക്കുകയാണ്, അപ്പം അതിന് വരാൻ സാധ്യതയുള്ള എല്ലാ ആക്സസറീസും അതിൻ്റെ കൂട്ടത്തിൽ തരികയാണ്. അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ കോസ്റ്റ് കൂടും. അതേപോലെ ഇവിടെ നമ്മൾ ഒരു ലൈബ്രറി എടുക്കുമ്പോൾ അതിന് വരാൻ സാധ്യതയുള്ള എല്ലാ ലൈബ്രറീസും പാക്കേജസും ബൈ ഡിഫോൾട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂടും, അതിൻ്റെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി കുറയും ചെയ്യും. അപ്പം ഫ്ലാസ്ക് എന്നുള്ളത് പൈത്തണിലുള്ള ഒരു ലൈബ്രറിയാണ്. നമുക്ക് ഇതേപോലെ APIs ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ, വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ലൈബ്രറിയാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഫ്ലാസ്ക് മാത്രമല്ല പൈത്തണിലുള്ള ലൈബ്രറീസ്, Django അല്ലെങ്കിൽ ജാങ്കോ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. അതേപോലെ ഫാസ്റ്റ് API എന്ന് പറയുന്ന വേറെ ലൈബ്രറി ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് APIs ബിൽഡ് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഫ്ലാസ്ക് എന്നുള്ളത് വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആപ്ലിക്കേഷനിൽ തേർഡ് പാർട്ടി പാക്കേജസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ ഇതിലിപ്പം ഞാൻ ജസ്റ്റ് app.py എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പിപ്പ് ഇൻസ്റ്റാൾ, പാക്കേജിൻ്റെ നെയിം ഫ്ലാസ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്ലാസ്ക് എന്ന് പറയുന്ന പാക്കേജിന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ഇതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഫാസ്റ്റായിട്ട് അതിനെ ലോഡ് ആയത്. പക്ഷേ നിങ്ങളുടെ കേസിൽ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ നിങ്ങൾക്ക് കാണാനും പറ്റും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ്, ഇതിൻ്റെ ഫ്ലാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു റിക്വസ്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പോസ്റ്റ്മാനിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ബിൽഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്ലാനിങ് നടത്തണം. എന്താണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ APIs ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ URL ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. നമ്മളിതിൽ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് API/products എന്ന് പറയുന്ന ഒരു URL, അത് ഗെറ്റ് API ആയിരിക്കും. അത് റിട്ടേൺ ചെയ്യൽ നമ്മുടെ പ്രോഡക്ട്സിനാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് എവിടെ നിന്ന് പ്രോഡക്റ്റിന് ഡാറ്റ കിട്ടും. നോർമൽ ആപ്ലിക്കേഷനിൽ, റിയൽ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത്, നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡാറ്റ നമ്മൾ എടുക്കുക, ഡാറ്റാബേസ് എന്നാണ് എടുക്കുക. അപ്പോൾ ഡാറ്റാബേസായിട്ട് നമുക്ക് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പോസ്റ്റ്ഗ്രസ് ഉണ്ട്, MySQL ഉണ്ട്, Oracle ഉണ്ട്, അല്ലെങ്കിൽ MongoDB ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഡാറ്റാബേസിനായിട്ട് നമുക്ക് ഡാറ്റാബേസിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാബേസിനുള്ള കണക്ഷൻസ് വേണം, ഡാറ്റാബേസിൽ നിന്ന് ക്വറി ഉപയോഗിച്ചിട്ട് ഡാറ്റ എടുക്കാനുള്ള ഓപ്ഷൻസ് വേണം,
അപ്പം അതിനുവേണ്ടി നമുക്ക് SQL ക്വറീസ് ഉപയോഗിക്കും. അതിൽ നിങ്ങൾ ചിലപ്പം പല ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവും. ഇൻസേർട്ട്, സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ ക്വറീസ് ഉണ്ടാവും. ഈ ക്വറീസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റാബേസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഈ ക്വറി ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും ഇപ്പോൾ സെലക്ട് ക്വറി എല്ലാം ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസും ഡാറ്റ ഇങ്ങോട്ട് ഫെച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം നമ്മുടെ ഡാറ്റാബേസിന് ഡാറ്റ നമ്മുടെ അപ്ലിക്കേഷനിലേക്ക് പൈത്തൺ അപ്ലിക്കേഷനിലേക്ക് എടുത്ത് ഇവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പൈത്തൺ എന്ന് പറയുന്ന അപ്ലിക്കേഷന് ഡാറ്റാബേസിൻ്റെയും ഫ്രണ്ട് എൻഡിൻ്റെയും മിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഇപ്പം അത് പക്ഷേ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഡാറ്റാബേസ് പഠിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം. ഡാറ്റാബേസും ടേബിൾസും കോളംസും ക്വറീസും കാര്യങ്ങളെല്ലാം പഠിക്കണം. അത് നമുക്ക് പക്ഷേ കുറച്ചൊരു ടൈം എടുക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് ആ പാർട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റനെ വെച്ചിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ fakestore.api.com നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് കുറേ ഡാറ്റ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള കുറേ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ API വിളിച്ചിട്ട് ഈ ഡാറ്റനെ ഇവിടെ നിന്ന് ഞാൻ ഫെച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. പോസ്റ്റ്മാൻ ഉപയോഗിച്ച് ഫെച്ച് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഈ JSON ഡാറ്റനെ, ഇത് നമുക്ക് പ്രോഡക്ട്സിൻ്റെ ഏകദേശം 20 പ്രോഡക്ട്സിൻ്റെ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ കോപ്പി ചെയ്തു ഇവിടുന്ന് Ctrl+C കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഞാനിവിടെ ഒരു products.json എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഡാറ്റാബേസും കാര്യങ്ങളും എല്ലാം പഠിച്ച് ചെയ്യുന്ന അത് ടൈം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതെല്ലാം തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റിയത്. ഞാനിവിടെ ഈ products.json എന്ന് പറയുന്ന ഡാറ്റനെ ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഈ ഫയൽ ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ products.api/products എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ products.json എന്നുള്ള കണ്ടന്റിനെ നമുക്ക് റിട്ടേൺ ചെയ്യണം. അതാണ് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഗെറ്റ് API/products റിട്ടേൺ ചെയ്യൽ ഈ ഫയലിൽ നിന്നുള്ള കണ്ടന്റിനെ റിട്ടേൺ ചെയ്യും. നോർമലി വേണ്ടത് ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ടാണ്. അതിനെ നമ്മൾ ആ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ട് അതിനെ മിമിക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ വേറെ സോഴ്സിൽ നിന്ന് എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി പിന്നീട് അത് ഡാറ്റാബേസ് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഫയലിൽ നിന്ന് എടുക്കുന്ന പാർട്ട് മാറ്റിയിട്ട് ഡാറ്റാബേസിൽ നിന്ന് എടുക്കുന്ന രീതിയിലാക്കി മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് റിക്വസ്റ്റിനെ റിസീവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫ്ലാസ്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രം ഫ്ലാസ്ക് ഇമ്പോർട്ട് ഫ്ലാസ്കിൻ്റെ ആ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഫ്ലാസ്ക് എന്ന് പറയുന്ന ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് JSONify എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് എൻഡിലേക്കെല്ലാം ഡാറ്റ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനെ JSON ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് വേണ്ട HTTP ഹെഡറും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് എൻഡിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മളെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഫ്ലാസ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് app=flask off എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു നെയിം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബിൽട്ടിനായിട്ട് വരുന്നൊരു വേരിയബിളാണ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ. നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ എപ്പോഴും കോഡ് ഉണ്ടാവുക നമ്മുടെ ഇതിനെ നമ്മൾ ഡയറക്റ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മെയിൻ എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഫ്ലാസ്ക് ഓഫ് മെയിൻ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ ഞാൻ മെയിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണിത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പിന്നെ ഞാൻ app.run debug =true. ഇപ്പം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലാസ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിട്ട് Python 3 app.py റൺ ചെയ്യാണ്. നമ്മളിങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഫ്ലാസ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് app.run എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെ app.run എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷനെ ഇവിടുന്ന് പൈത്തൺ വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷനെ റൺ ചെയ്യുന്ന സമയത്ത് ഇവർ ശരിക്കും ചെയ്യുന്നത് 5000 എന്ന് പറയുന്ന ഒരു പോർട്ടൽ നമ്മുടെ ആപ്ലിക്കേഷനെ റണ്ണിങ് ആക്കും. അപ്പം ഇനി മുതൽ ഞാൻ ഇവിടെ നമുക്ക് URL കാണിച്ചു തരുന്നുണ്ട്. ഈ URL ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഫ്ലാസ്കിൻ്റെ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻക്ക് റിക്വസ്റ്റിനെ റിസീവ് ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് നമ്മളെ പോസ്റ്റ്മാനിൽ വന്നിട്ട് ഞാനൊരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്ത് വെക്കുകയാണ്. ഗെറ്റ് റിക്വസ്റ്റിനെ ഞാൻ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ റെസ്പോൺസ് ആയിട്ട് വരുന്നത് നോട്ട് ഫൗണ്ട് ആണ്. എന്തുകൊണ്ടാണ് നോട്ട് ഫൗണ്ട് വരുന്നത്? പക്ഷെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് റിക്വസ്റ്റ് റിസീവ് ചെയ്തതായിട്ട്. അതിൻ്റെ കാരണം റിക്വസ്റ്റിനെ വന്നു കഴിഞ്ഞാൽ റിസീവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷനെയും ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഫംഗ്ഷനെയും ഞാൻ കോൺഫിഗർ ചെയ്തിട്ടില്ല. റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരാളും ഇല്ലാത്തത് കൊണ്ടാണ് നോട്ട് ഫൗണ്ട് എന്നുള്ള റെസ്പോൺസ് വരുന്നത്. നമുക്കൊരു റിക്വസ്റ്റ് വരുമ്പോൾ ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പൈത്തണിൽ ഞാനൊരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഹലോ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയാണ്.
ഇവിടെ നിന്ന് ഞാൻ ഒരു റിട്ടേൺ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം നമുക്കറിയാം, നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുമ്പോൾ ഇന്ന HTTP മെത്തേഡ്, ഇന്ന URL, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. പല റിക്വസ്റ്റ് വരുന്നുണ്ടാവും. അപ്പം /products ഉണ്ടാവും, /orders ഉണ്ടാവും, /brands ഉണ്ടാവും, /categories ഉണ്ടാവും. അങ്ങനെ പല റിക്വസ്റ്റും വരുമ്പോൾ നമുക്ക് ഇന്ന റിക്വസ്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ ഇന്ന ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലാസ്കിൻ്റെ app.route എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ റൗട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻക്ക് നമ്മൾ URL പറഞ്ഞു കൊടുക്കുക. ഇന്ന URL ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്തൊക്കെ HTTP മെത്തേഡ്സിനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗെറ്റ് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഗെറ്റും കൂടെ പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്തായി, ജസ്റ്റ് റിക്വസ്റ്റിൽ ജസ്റ്റ് സ്ലാഷ് മാത്രമേ ഉള്ളൂ. പക്ഷേ HTTP മെത്തേഡ് ഗെറ്റു ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻക്ക് റിക്വസ്റ്റിനെ വിടണം എന്നുള്ളത് നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് റെസ്പോൺസ് വരുന്നുണ്ട് ഹലോ. റെസ്പോൺസ് കോഡ് സ്റ്റാറ്റസ് കോഡ് 200 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഇവിടെ എത്തി, ഈ ഫംഗ്ഷൻക്ക് പോയി, ഈ ഫംഗ്ഷന് ഇവിടുന്ന് റെസ്പോൺസ് പോയി. ആ റെസ്പോൺസിനെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ പോസ്റ്റ്മാനിൽ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്, get products. ഈ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടിയാണ് ഇനി മുതൽ നമുക്ക് API/products എന്നുള്ള വിളിക്കുന്ന സമയത്ത് റെസ്പോൺസ് കൊടുക്കൽ. ഞാനിവിടെ /products എന്നുള്ള അതിവിടെ അല്ല, നമുക്ക് റൗട്ടിലാണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഒരു ഫംഗ്ഷനെ കൊടുത്തു. ഇവിടെ ഞാൻ തൽക്കാലം ഹാർഡ് കോഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് പ്രോഡക്ട്സ് എന്നുള്ളത് റിട്ടേൺ ചെയ്യാണ്. എന്ത് URL വരുമ്പോഴാണ് നമ്മൾ ഈ ഫംഗ്ഷൻക്ക് പോകേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കുകയാണ്. app.route/products. മെത്തേഡ് എന്താണ് നമുക്ക് വേണ്ടത്? ഗെറ്റ് ആണ്. ഓക്കെ, ഗെറ്റ് എന്നുള്ള മെത്തേഡ് ഞാൻ കോൺഫിഗർ ചെയ്തു. ഇനി ഞാനിവിടെ വന്നിട്ട് /products എന്നുള്ളത് ഞാൻ വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്ട്സ് എന്ന് പറയുന്ന സ്ട്രിങ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെത്തേഡിലേക്ക് എത്തുന്നുണ്ട്. ജസ്റ്റ് സ്ലാഷ് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, /products വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിന് നമ്മൾ റൗട്ട് ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇതെല്ലാം റൗട്ട് ഫംഗ്ഷൻസ് ആണ്. റൗട്ട് ഫംഗ്ഷൻ എന്നുള്ളത് ഇപ്പം ഇന്ന റിക്വസ്റ്റ് വരുമ്പോൾ ഇന്ന ഫംഗ്ഷൻക്ക് പോകണം, ആ കോൺഫിഗറേഷൻ ഉള്ളതാണ്. അത് കോൺഫിഗർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ റൗട്ട് ഫംഗ്ഷൻസ് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റൗട്ട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റൗട്ട് ഹാൻഡ്ലർ എന്നുള്ള പേരിലെല്ലാം വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗെറ്റ് പ്രോഡക്ട്സ് എന്നുള്ളത് റൗട്ട് ഹാൻഡ്ലർ ആണ്. /products വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് അതിനെ, ഈ ഫംഗ്ഷനാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് വേണ്ടത് ഈ products.json എന്ന് പറയുന്ന ഫയലിൽ നിന്നുള്ള കണ്ടന്റിനെ നമുക്ക് റീഡ് ചെയ്തിട്ട് ആ കണ്ടന്റിനാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫയലിൻ്റെ കണ്ടന്റിനെ റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ലോഡ് പ്രോഡക്ട്സ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരു ഫയലിനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫയലിനെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം, അതിൻ്റെ സ്ട്രീം ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടി നമുക്കുള്ള മെത്തേഡാണ് വിത്ത് ഓപ്പൺ ഓഫ്. നമുക്ക് ഫയൽ നെയിം കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫയലിൻ്റെ പാത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ app.py എന്ന് പറയുന്ന ഫയലും പൈത്തൺ ഫയലും ഈ ഫയലും ഉള്ളത് ഒരേ ഫോൾഡറിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് products.json എന്നുള്ളത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് നിങ്ങൾ വേറെ ഡാറ്റ എന്ന് പറയുന്ന ഫോൾഡറിലൊക്കെയാണ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ data/products.json എന്നുള്ളത് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, ഇതിന് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മോഡിലാണ്, റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാം, റീഡ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാം, റൈറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്യാം, ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ കണ്ടന്റ് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു വേരിയബിൾക്ക് എടുക്കണം. അതിന് ഞാൻ ഫയൽ എന്ന് പറയുന്നൊരു വേരിയബിളിനെ ഞാൻ അതിന് ഹാൻഡിൽ ചെയ്യണം. ആസ് ഫയൽ എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രീം, ഇതിന് നമ്മൾ സ്ട്രീം ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്ട്രീം ഓപ്പൺ ചെയ്ത് നമ്മളൊരു വേരിയബിൾ നമ്മൾ അതിനെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫയൽ എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിളാണ് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? അതിൻ്റെ കണ്ടന്റിനെ റീഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇതിലെന്ത് കണ്ടന്റാണുള്ളത്? ജേസൺ ആണ്. അപ്പോൾ നമുക്കതിന് ജേസൺ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പാക്കേജ് ഉണ്ട്, ആ പാക്കേജ് വെച്ചിട്ട് നമുക്കതിനെ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ജേസൺ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട്
json.load, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയലിലെ റെഫറൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്തത് ഈ ഫയലിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തു, റെഫറൻസ് ആയിട്ട് ഫയൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ JSON പാക്കേജ് ഉപയോഗിച്ചിട്ട് അതിനെ ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിൻ്റെ കണ്ടന്റിനെ നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഏത് കണ്ടന്റ്, എന്ത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണെങ്കിലും, JSON കണ്ടന്റ് ആണെങ്കിൽ JSON ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാക്കേജ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെ ലോഡ് ചെയ്തിട്ട് ഡാറ്റ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വേണ്ട എന്താണ്, ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് സ്ട്രിംഗ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഞാൻ ഡാറ്റ ഈക്വൽ ടു ലോഡ് പ്രോഡക്ട്സ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ഇതിനെ വിളിച്ചാൽ ഞാൻ എന്ത് സംഭവിക്കാം, ഇതിൻ്റെ ഡാറ്റ ഇവിടുത്തെ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്താണ്, ഫയലിലെ കണ്ടന്റ് റിട്ടേൺ ചെയ്യാനാണ്. ആ കണ്ടന്റ് റിട്ടേൺ ചെയ്ത് ഇവിടെ ഡാറ്റ എന്ന് പറയുന്ന വേരിയബിൾ കിട്ടി. ഇനി എനിക്ക് ഇതിനെ ഫ്രണ്ട് എൻഡിക്ക് റിട്ടേൺ ചെയ്യണം. പക്ഷേ റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അതിനെ JSON ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് JSONify എന്ന് പറയുന്നത്. ഈ JSONify എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫ്ലാസ്ക് വരുന്നതാണ്. അപ്പം ഈ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇതിൻ്റെ ഡ്യൂട്ടി നമ്മൾ ഫ്രണ്ട് എൻഡിക്ക് ഡാറ്റ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡിക്ക് പോകുന്ന, നമുക്കറിയാം പോസ്റ്റ് പാനിൽ നമ്മൾ HTTP ഹെഡർ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ ഈ പ്രോഡക്ട്സിൽ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടന്റ് ഹെലോ ജസ്റ്റ് പ്രോഡക്ട്സ് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണ്ടന്റ് ടൈപ്പായിട്ട് വന്നിട്ടുള്ള എന്താണ്, text/HTML ആണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇപ്പം റിട്ടേൺ ചെയ്യുന്ന എന്താണ്, JSON ഡാറ്റയാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് റിട്ടേൺ ഡാറ്റ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്രോഡക്ട്സിനെ വിളിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പം ഇത് എല്ലാ കേസിലും ശരിക്കും നമുക്ക് ഇതുപോലെ വർക്ക് ആവണമെന്നല്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ JSON ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ JSONify എന്നുള്ളത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഡാറ്റ അതിനെ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കേസിൽ JSON ഡാറ്റ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ചില കേസിൽ ശരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് റിട്ടേൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഈ products.json എന്ന് പറയുന്ന API എന്നുള്ള അല്ലെങ്കിൽ ഫയലിൽ നിന്നുള്ള കണ്ടന്റിനെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ fake.api.comന്റെ പോലെ തന്നെ ആയി. നമ്മുടെ URL മാത്രമേ മാറ്റുള്ളൂ. /products എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ ഡാറ്റനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡാറ്റനെ കിട്ടാനുള്ള കാരണം നമ്മൾ ഈ ഫയലിൽ നിന്ന് എടുത്തത് കൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ഡാറ്റാബേസിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നിങ്ങൾ ഏതാണോ ഡാറ്റാബേസ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കണക്ട് ചെയ്യാനും അതിൽ നിന്ന് ഡാറ്റ ലോഡ് ചെയ്യാനുള്ള കോഡ് നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കുക. അപ്പോൾ അവിടെ ആ സോഴ്സിൽ നിന്നായിരിക്കും ഡാറ്റ കിട്ടുക. ഈ ഫയലിൻ്റെ സോഴ്സിൽ നിന്ന് എടുക്കുന്നതിന് പകരം ആ സോഴ്സിൽ നിന്നായിരിക്കും ഡാറ്റ എടുക്കുക, എന്നിട്ട് ആ ഡാറ്റനെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കിയത് ഫ്ലാസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ അതിനെ URL എന്താണെന്നുള്ളത് നോക്കി, HTTP മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഹാൻഡ്ലർക്ക് പാസ് ചെയ്ത് അവിടെ നിന്ന് റെസ്പോൺസ് കൊടുക്കാനുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് /products എന്ന് പറയുന്ന ഗെറ്റ് API ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഗെറ്റ് APIക്ക് നമ്മൾ ഡാറ്റ സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് products.json എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ്. ഈ ഫയലിന് ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് എൻഡിലേക്ക് JSON ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയത്.